രാവിലെ തന്നെ കുറച്ച് തുണിയൊക്കെ ഉണക്കാനിടാനുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ ഉണക്കാനിട്ടിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ ഞാൻ കുറച്ച് ദിവസം മുന്നേ മേടിച്ച് വെച്ച എൻ്റെ കറിവേപ്പിലയില്ലേ, ഇതാ കുറച്ചൊക്കെ കേടുപാടുകൾ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ദിവസം ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് വെക്കാൻ മറന്നുപോയതാണ്. അങ്ങനെ ഇത് ഈ പരുവത്തിലായി. അതിൽ നിന്ന് നല്ലതൊക്കെ ഞാൻ പെറുക്കി മാറ്റി വെച്ചു. ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് നല്ല പച്ചക്കറിയും മീനും മുളകിട്ടതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കൂടെ ഒരു മത്തിയും കൂടെ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നേ, അതും കൂടെ അവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡിയായി. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു പായസം കുടിക്കാൻ തോന്നിയേ. സാധാരണ ഞാൻ വേറെ ആർക്കെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ടാണ് പായസമൊക്കെ ഉണ്ടാക്കാറ്, പക്ഷേ ഇന്ന് ഞാൻ എനിക്ക് തന്നെ കുടിക്കാൻ തോന്നിയിട്ട് ഉണ്ടാക്കിയതാണ്. ഈ അരിപ്പായസം വെച്ച് എനിക്ക് വലിയ ശീലമൊന്നുമില്ല, പിന്നെ എനിക്കറിയാവുന്നത് പോലെയൊക്കെ ഞാനിത് വെച്ചിട്ടുണ്ട്. 2ാം പാലും 1ാം പാലും ഒക്കെ ഒഴിച്ചു. എനിക്ക് കുറച്ച് മുന്തിരിയും കൂടി ഉണ്ടായിരുന്നു, അതും കുറച്ച് നെയ്യിലിട്ട് ഇതിലേക്കൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ.